Namaskaram. Welcome to Geeta's Bhakti Geetam, one day one slogam, Srimad Mahabhagavata Mahatmyam, 332nd day. Today, 22nd sloga of 5th chapter. For details, please see the discussion box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 332 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. സഗൃന്മേഷ സഹൃദസ്തി സഹൃശ്ച മഹിഷോഭവത്, സഹൃദിന്ദ്ര സഹൃച്ചാഗ്നി പുനശ്ച പുരുഷോ ഭവേത്. സഗൃന്മേഷ സഹൃദസ്തി സഹൃശ്ച മഹിഷോ ഭവത്, സഹൃദിന്ദ്ര സഹൃച്ചാഗ്നി പുനശ്ച പുരുഷോ ഭവത്. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ദുന്ദുകാരിയുടെ പ്രേതം രാത്രി ഗോകർണൻ ഉറങ്ങുന്നിടത്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എങ്ങനെയാണ് ക്രീഡിച്ചത്, എങ്ങനെയാണ് പ്രത്യക്ഷമായി കളിച്ചത് എന്ന് പറയുന്നു. ചിലപ്പോൾ ആടിൻ്റെ മേഷത്തിൻ്റെ രൂപം, ചിലപ്പോൾ ആനയുടെ രൂപം, പിന്നീട് പോത്തിൻ്റെ രൂപം, മഹിഷത്തിൻ്റെ രൂപം, ഇന്ദ്രൻ്റെ രൂപം, അഗ്നിയുടെ രൂപം, ഒടുവിൽ മനുഷ്യൻ്റെ രൂപം, ഇങ്ങനെയൊക്കെ രൂപങ്ങൾ കാണിച്ച് ഗോകർണൻ്റെ മുന്നിൽ ആ ദുന്ദുകാരിയുടെ പ്രേതം കളിച്ചു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ദുന്ദുകാരി ദുരാത്മാവായതിനാൽ അവിടെ പ്രേതമായി ഭവിച്ച് ചുറ്റിക്കളിക്കുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ രൂപത്തിൽ, ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലൊക്കെ അവിടെ ചുറ്റിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോകർണൻ വന്ന് അവിടെ ഉറങ്ങിയ ദിവസം ഗോകർണൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ രൂപത്തിൽ ആ പ്രേതം വന്നു കളിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സഗൃന്മേഷ സഹൃദസ്തി സഹൃശ്ച മഹിഷോ ഭവത്, സഹൃദിന്ദ്ര സഹൃച്ചാഗ്നി പുനശ്ച പുരുഷോ ഭവത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.